ഉണർന്നിരിക്കുവിൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ, പുരുഷത്വം കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 16:13 എത്ര മനോഹരമായ ഒരു വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത്. ഉണർന്നിരിക്കുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ലോക ജീവിതത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുടെ നടുവിൽ ഉറങ്ങുന്നവരായിരിക്കുവാൻ നമുക്ക് അസാധ്യമാണ്. ഉണർന്നിരിക്കുവാൻ നമുക്ക് കഴിയും. വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ എന്ന് ഈ വചനം നമ്മോട് പറയുന്നു. ദൈവവചനം വായിച്ച് ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ദൈവവചനം നൽകുന്ന ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പുരുഷത്വം കാണിക്കുവിൻ എന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ആണായാലും പെണ്ണായാലും ഇച്ഛാശക്തിയോടെ പൗരുഷമുള്ള ഒരു ജീവിതം ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്തെല്ലാം നമുക്ക് കാഴ്ചവെക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിപ്പെടുവിൻ എന്ന് ഈ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം അറിയുകയാണ്. പരിശുദ്ധാത്മാവില്ലാതെ ശക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമേ അല്ല. എന്നാൽ ഏറ്റവും ചിന്തിക്കത്തക്കതായ കാര്യം ഇവയെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്നുള്ള നിർദ്ദേശമാണ്. ശക്തിയുള്ള ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ ആയിരിക്കുക. പൗരുഷത്തോടെ ജീവിക്കുമ്പോൾ അതിൽ സ്നേഹത്തിൻ്റെ സ്വഭാവം കൂടി കലർത്തുക. ഉണർവോടെ വിശ്വാസത്തോടെ ആയിരിക്കുമ്പോഴും സ്നേഹത്തോടെ ജീവിക്കുക. റോമാലേഖനം 5-ാം പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് സ്നേഹത്തെ പകർന്നു തന്നിരിക്കുകയാണ് എന്ന്. ഇന്ന് ലോകത്തിന് അന്യമായിരിക്കുന്ന യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറച്ചു തന്നിരിക്കുന്നു എന്നറിഞ്ഞ് നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ വ്യക്തികളോടും നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ. സ്നേഹത്തോടെ എല്ലാം ചെയ്യുവാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നാം പരസ്പരം സ്നേഹിക്കുന്നത് ലോകം കാണുമ്പോൾ ഇവർ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് അവർ സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിൽ നാൾക്കുനാൾ നിറഞ്ഞ് നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി തികവുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം.